സോ ഇത് നമ്മുടെ പോണ്ടിച്ചേരി ഡേയ്സിൽ ഡേ 1 ആണ്. പതിവില്ലാണ്ട് നമുക്കൊരു 2-3 ഡേയ്സ് അടുപ്പിച്ച് ലീവ് കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു വൈ നോട്ട് ഈ സെയിം സ്ട്രെസ്സും സെയിം എൻവയോൺമെൻറ്റിൽ നിന്ന് മാറി എവിടേക്കെങ്കിലും ഒന്ന് പോയിക്കൂടാന്ന്. അങ്ങനെയാണ് നമ്മൾ പോണ്ടിച്ചേരിയിലേക്ക് എത്തിയത്. ആൻഡ് വൈ പോണ്ടിച്ചേരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് മിനിറ്റ് റഷിൽ ബാംഗ്ലൂരിൽ നിന്ന് അഫോർഡബിളായിട്ട് ബെസ്റ്റ് ടിക്കറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് പോണ്ടിച്ചേരിയിലേക്കാണ്. പിന്നെ അതുമാത്രമല്ല ഞങ്ങൾ 3 പേരും പോണ്ടിച്ചേരിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, പോണ്ടിച്ചേരി ഫിക്സ് ചെയ്തു. ആൻഡ് റൂമും സ്റ്റേയും സ്കൂട്ടിയൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തത് കൊണ്ട് അത് വലിയ പ്രശ്നം ഉണ്ടായില്ല. സോ നമ്മൾ എത്തി, ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറി പോണ്ടിച്ചേരി കാണാൻ ഇറങ്ങി. ആൻഡ് പോണ്ടിച്ചേരി ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് എസ്തറ്റിക് കഫേസ്. ആൻഡ് നമ്മൾ പോണ്ടിച്ചേരിയിലേക്കാണ് പോകണേന്ന് ഫിക്സ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ കുറച്ച് റീൽസിൽ കുറച്ച് കഫേസൊക്കെ സേവ് ചെയ്തിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് സത്യം മനസ്സിലാക്കിയത്, അങ്ങനെ സേവ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം വൈറ്റ് ടൗണിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ 5 മിനിറ്റ് ഗ്യാപ്പിലും നമുക്ക് ഓരോ കഫേ കാണാം. അത്രയ്ക്കധികം കഫേസ് ഉണ്ടായിരുന്നു. ആൻഡ് മിക്ക കഫേസും ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. ഒരാൾ ഒരു ദിവസം എത്ര കഫേയിലേക്ക് പോവും അറിഞ്ഞൂടാ. ആൻഡ് ഈ കഫേസും ബീച്ചസും കഴിഞ്ഞാൽ പോണ്ടിച്ചേരിയിൽ പിന്നെ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വെയിലും കുറേ ചൂടുമുണ്ട്. നമ്മൾ നിന്ന നിപ്പിൽ മൊത്തം ടാൻ ആവാൻ മാത്രം പാകത്തിനുള്ള നല്ല വെയിലുള്ള സമയത്തായിരുന്നു നമ്മൾ പോയത്. ആൻഡ് ആ ഒരു ഗ്യാപ്പിൽ ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഒരു കംപ്ലീറ്റ് എസ്കേപ്പ് ആയിരുന്നു നമുക്ക്. അവിടുത്തെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസും ഈ പോട്ടറി സെഷൻ ആണെങ്കിലും അത് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ്സ് വെച്ച് ഇരിക്കാം. ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് പറയാം, ഇഷ്ടമുള്ള പോട്ടോ എന്താ ബൗളോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയാം. അതിനനുസരിച്ച് ആൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതങ്ങനെ ആക്കിത്തരാൻ. എന്നിട്ട് ഇത് നമുക്ക് ഉണക്കി ഇത് നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. ആൻഡ് അതുമാത്രമല്ല അവിടെ ഓരോ കുഞ്ഞു സ്റ്റാളിൽ ചെന്നാലും അവർ ലൈവായിട്ട് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതും കാണാം. സോ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഒരു നല്ല ഓപ്ഷനായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പോണ്ടിച്ചേരിയുടെ സ്പെഷ്യാലിറ്റി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവിടുത്തെ ഫുഡായിരുന്നു. അതും ഫിഷ് റെസിപ്പീസ് ആൻഡ് ഫിഷ് ഫ്രൈസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതിപ്പോൾ നമ്മൾ ഫിഷ് താലി പറഞ്ഞാലും ഫിഷ് ഫ്രൈ പറഞ്ഞാലും ചെറിയ ഹോട്ടലിൽ പോയാലും വലിയ ഹോട്ടലിൽ പോയാലും ഫിഷ് ഫ്രൈ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ആൻഡ് നമ്മൾ 3 പേരും ഒരേപോലെ ഇഷ്ടപ്പെട്ട കുറച്ച് ആക്ടിവിറ്റീസിലൊന്നായിരുന്നു ഈ ഓരോ കടയിലും ചെന്നിട്ട് പലതരം ഫിഷ് ഫ്രൈസ് കഴിക്കുക എന്നുള്ളത്. അത് എൻജോയ് ചെയ്തു. പിന്നെ ഇവിടുത്തെ ബീച്ചസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടുത്തെ ബീച്ചസിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ല, അതിപ്പോൾ നൈറ്റ് എന്നല്ല ഡേ ടൈമിലും ഇറങ്ങാൻ പറ്റില്ല. ബീച്ച് ആക്ടിവിറ്റീസൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. സ്വിമ്മിങ് ഇല്ല, ഡ്രിങ്കിങ് ഇല്ല, ഈറ്റിംഗ് ഇല്ല. നമുക്ക് ഷാക്കോ അങ്ങനത്തെ ഒരു ഗോവ മോഡേ അല്ല. എൻ്റെ ഒപ്പമുള്ള 2 ചെറുക്കന്മാരും തുള്ളി ചാടി വന്നത് പോണ്ടിച്ചേരി ഗോവ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ്. അവരൊക്കെ കംപ്ലീറ്റ് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. 50 രൂപയ്ക്ക് ജുപ്പിറ്റർ കണ്ടതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ആൻഡ് ഡേ 1 നമ്മൾ അവസാനിപ്പിച്ചത് പിന്നെയും ഒരു എസ്തറ്റിക് കഫേ പോയി കേരള സ്റ്റൈൽ ബീഫ് ഒലത്തിയതും ബീറും കുടിച്ചിട്ടായിരുന്നു. അത് കഴിച്ചപ്പോഴേ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഡേ 1 ഓഫ് പോണ്ടിച്ചേരി. ആൻഡ് ദിസ് ഈസ് നോട്ട്